ജെഫോട്ടക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം യൂട്യൂബ് പോലെ തന്നെ ഫേസ്ബുക്കും നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി വരുമാനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് മോണിറ്റൈസേഷൻ ആകുന്നത്? ഈ ഒരു സമയത്ത് നമുക്കിപ്പോൾ ഫേസ്ബുക്ക് നമുക്ക് നല്ലൊരു ക്രൈറ്റീരിയ തരുന്നുണ്ട്. നമുക്ക് ആദ്യം ഒന്നും കണ്ടന്റ് മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടി നമുക്കൊരു ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മോണിറ്റൈസേഷൻ ആവുമെന്നായിരുന്നു അല്ലേ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. കണ്ടന്റ് നമ്മളെ ഫേസ്ബുക്കിനകത്ത് മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ആണ്. കാരണം നമ്മുടെ ഫോട്ടോസിനും നമ്മുടെ വീഡിയോസിനൊക്കെ റീൽസിനും നമ്മളിടുന്ന സ്റ്റോറിക്കും എല്ലാത്തിനും നമുക്ക് വരുമാനം ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് മുമ്പ് നമുക്ക് സ്റ്റാർ, സബ്സ്ക്രിപ്ഷൻസ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഓപ്പൺ ആയി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാത്തിനും വേണ്ട ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ്, അതായത് ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ സ്റ്റാറും സബ്സ്ക്രിപ്ഷൻസും കണ്ടന്റ് മോണിറ്റൈസേഷനും എല്ലാത്തിനും എന്ത് ചെയ്യണം? നമ്മുടെ ഇൻട്രസ്റ്റ് സബ്മിറ്റ് ചെയ്തിടണം. ഓക്കെ, അപ്പോൾ ഇപ്പം പുതിയ വരുന്ന അപ്ഡേഷൻ അനുസരിച്ച് നമുക്ക് 3 ലക്ഷം വ്യൂവേഴ്സ് 28 ദിവസത്തിനുള്ളിൽ നമുക്ക് സ്റ്റോറി ഇടാം, നമ്മുടെ പോസ്റ്റ് ചെയ്യാം, പിന്നെ റീല് പോസ്റ്റ് ചെയ്യാം. എന്ത് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് 28 ദിവസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് 3 ലക്ഷം വ്യൂസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റി കഴിഞ്ഞാൽ അതവിടെ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അവിടെ ചലഞ്ച് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ 3 ലക്ഷം വ്യൂസ് നിങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടും. അതിനുശേഷം നിങ്ങൾ ഇടുന്ന ഫോട്ടോസിനും വീഡിയോസിനും അത് എല്ലാവർക്കും പറ്റുമെന്നുള്ളതാണ്. എല്ലാവർക്കും നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസം ഈ ഒരു ഓപ്ഷൻ വരുന്നതിന് മുമ്പ് വരെ നമുക്ക് അറിയത്തില്ല എപ്പോഴാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആകുന്നത്. മോണിറ്റൈസേഷൻ ആക്കാം എന്നറിയാം, പക്ഷേ നമ്മൾ എന്ത് ചെയ്താലാണ് മുന്നോട്ട് പെട്ടെന്ന് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഉറപ്പുണ്ട്. നമുക്കൊരു യൂട്യൂബിനകത്ത് നമുക്ക് അറിയാലോ, ഏൺ പേജ് എടുത്തിട്ട് നമുക്ക് മണിക്കൂർ 3000 മണിക്കൂറായോ 4000 മണിക്കൂറോ അല്ലെങ്കിൽ ഷോർട്ട് വ്യൂസ് വെച്ചിട്ട് മോണിറ്റൈസേഷൻ ആക്കാമെന്ന് ഒരു പ്രതീക്ഷ ഉള്ള പോലെ ഇപ്പം നമുക്ക് 3 ലക്ഷം വ്യൂസ് നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓപ്പൺ ആയി കിട്ടുന്നുണ്ട്. അത് ഭയങ്കര ഒരു ഭാഗ്യമാണ് ഇപ്പോഴത്തെ സമയത്ത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 3 ലക്ഷം വ്യൂസ് ആയി കഴിഞ്ഞാൽ നമ്മളവിടെ നിർത്താം. അങ്ങനെയല്ല, നിങ്ങൾ 28 ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു പോവുക. നിങ്ങൾക്ക് 28 ദിവസത്തിൽ 3 ലക്ഷം വ്യൂസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കുക. കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റക്ക് ആക്കരുത്, പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുക. 28 ദിവസം കഴിഞ്ഞാൽ അന്നേരം നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓപ്പൺ ആയി കിട്ടില്ല. 31 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ ഓപ്പൺ ആയി കിട്ടുന്നത്. അപ്പോൾ 28 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഞാൻ ഈ സംഭവം പറഞ്ഞു കൊടുത്തതിന് ശേഷം. പക്ഷേ നിങ്ങൾ ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അത് ചിലപ്പോൾ നിങ്ങൾ 5-6 ദിവസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവും, ചിലപ്പോൾ 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിർത്തരുത്. കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോവുക, അതേപോലെ തന്നെ ചെയ്തു പോവുക. 31 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് മോണിറ്റൈസേഷൻ്റെ ആ ഒരു സംഭവം എനേബിൾ ആയി കിട്ടുന്നത്. അതിനുശേഷം നിങ്ങൾ ഇടുന്ന ഫോട്ടോസ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോസിനും വീഡിയോസിനും സ്റ്റോറിക്കൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കാനാവും. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഫേസ്ബുക്കിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പണ്ട് തൊട്ടേ എൻ്റെയൊക്കെ കാലത്ത് തൊട്ടേ നല്ല രീതിയിൽ ഫേസ്ബുക്കിൽ വീഡിയോസും ഫോട്ടോസൊക്കെ സ്ഥിരം പോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാരെയും ചേട്ടന്മാരെയൊക്കെ എനിക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ. പക്ഷെ അവരൊക്കെ ഈ വെറുതെ ഇടുന്ന ഈ ഫോട്ടോസും പോസ്റ്റും ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അന്ന് വരുമാനം കൂടി ഏൺ ചെയ്യാൻ പറ്റുന്ന, ഈ മഴക്കാലത്ത് വീട്ടിൽ കുത്തിരുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം വേറെ നിങ്ങൾ ആലോചിച്ച് നോക്കി. സാധാരണക്കാർക്ക് വേണ്ടിയാണ് കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ കുത്തിരിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പണിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടല്ലേ, ഈ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ കുത്തുന്ന എനിക്കുണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും എന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അടുത്ത ഫേസ്ബുക്കിൽ എങ്ങനെ നമുക്ക് കൂടുതൽ റീച്ച് ആക്കാനാവുന്നുള്ളതിൻ്റെ ആ ഒരു ഫോട്ടോസൊക്കെ വെച്ചിട്ട് എങ്ങനെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനാവുന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസത്തെ വീഡിയോ കാണാം. അപ്പം എന്തായാലും ബൈ.